തൻ്റെ 36-ാം വയസ്സിൽ മെഡിക്കൽ കോഡിംഗ് എൻറോൾ ചെയ്ത ലുബാബിൻ്റെ കഥ. അന്ന് 2019 ആൾ ഫസ്റ്റ് കരിയർ ജോബിലേക്ക് കയറി. അതിന് ശേഷം പല ഗ്യാപ്പ് വന്നു, എക്സ്പീരിയൻസ് നേടി. ഇപ്പം 2025 2 മന്ത് ബാക്ക് തിരിച്ച ആൾ കാടിയിലോട്ടേക്ക് വരികയാണ്. ആൾ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഹായ് ഗൈസ്, ഇന്നത്തെ കഥ നമുക്ക് എല്ലാവർക്കുള്ള ലേണിംഗ് ആണ്. തൻ്റെ 36-ാം വയസ്സിൽ മെഡിക്കൽ കോഡിംഗ് എൻറോൾ ചെയ്ത ലുബാബിൻ്റെ കഥ. 2019 അവസാനത്തിലാണ് ലുബാബ് നമ്മുടെ അടുത്ത് മെഡിക്കൽ കോഡിംഗ് കാർഡിയയിൽ എൻറോൾ ചെയ്യുന്നത്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ ആൾക്ക് ഖത്തറിലോട്ടേക്ക് പോകേണ്ട ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഖത്തറിലോട്ടേക്ക് പോയി. അതിന് ശേഷം നമുക്കറിയാം 2020 കോവിഡ് പാൻഡമിക് വന്നത്. അതിന് ശേഷം ആളുടെ ഫസ്റ്റ് ജോബിൽ ഖത്തറിൽ ആൾ എൻറോൾ ചെയ്യുന്നത് 2020 ഡിസംബറിലാണ്. ആസ് എ നോൺ സർട്ടിഫൈഡ് മെഡിക്കൽ കോഡറായിട്ട്. അന്ന് എക്സാം എഴുതിയിട്ടില്ല, ജസ്റ്റ് ഫസ്റ്റ് കരിയർ സ്റ്റാർട്ട് ചെയ്തു, ജോബ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം എക്സ്പീരിയൻസ് ഒക്കെ നേടി. വേറെ ഒരു ഓപ്പർച്യൂണിറ്റി ആദ്യം ഒന്ന് കയറി, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും ഓപ്പർച്യൂണിറ്റിയിലേക്ക് മാറി. അതിനുശേഷം കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുന്നെയാണ് ഹസ്ബൻഡായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ചിലപ്പോൾ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു. അപ്പോൾ അവൾ പെട്ടെന്ന് കുറച്ച് സമയം നാട്ടിൽ വരേണ്ടി വന്ന സിറ്റുവേഷൻ വന്നു. അപ്പം ഇവിടെയാണ് നമുക്കെല്ലാവർക്കുള്ള ലേണിംഗ് ഉള്ളത്. അന്ന് 2019 ആൾ ഫസ്റ്റ് കരിയർ ജോബിലേക്ക് കയറി. അതിന് ശേഷം പല ഗ്യാപ്പ് വന്നു, എക്സ്പീരിയൻസ് നേടി. ഇപ്പം 2025 2 മന്ത് ബാക്ക് തിരിച്ച ആൾ കാടിയിലോട്ടേക്ക് വരികയാണ്. ആൾ ലക്ഷ്യം എന്ന് പറയുകയാണെങ്കിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, CPC എക്സാം ക്രാക്ക് ചെയ്യണം. വീണ്ടും ജോബിലോട്ടേക്ക് എന്ത് ചെയ്യണം, അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും ജോബിലോട്ടേക്ക് കയറണം. ഇവിടെ നമ്മുടെ അടുത്ത് എത്തി, 2 മാസം മുന്നേ നമ്മുടെ അടുത്ത് എത്തി. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വന്ന് എക്സാം പ്രാക്ടീസ് അല്ലേ. നമുക്കറിയാം നമ്മളൊരു കാര്യത്തിൽ എത്രമാത്രം ഹൈലി ഫോക്കസ്ഡ് ആണെങ്കിൽ അതിൻ്റെ റിസൾട്ട് നമുക്കുണ്ടാവും എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്തതാണ്. അപ്പോൾ തന്നെ ഒരുപാട് ചലഞ്ചസ്, ലുബാബിന് ഒരുപാട് ചലഞ്ചസ് അവരുടെ ലൈഫിലുണ്ട്. നമ്മുടെ ഹെൽത്ത് ഇഷ്യൂസ് ബന്ധപ്പെടുത്തിനും ഫാമിലിയിൽ അല്ലേ. അപ്പം ഒരുപാട് കാര്യങ്ങൾ കൺസേൺഡ് ആണ്. അത്രയും കൂടുതൽ ടൈം ഇതിലേക്ക് സ്പെൻഡ് ചെയ്യാനൊന്നുമില്ല. എന്നാൽ കൂടെ ആൾ ഒരുപാട് കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ വളരെ ചാർട്ടേഡായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് വളരെ ഫ്ലെക്സിബിളായിട്ട് വളരെ നമ്മളെല്ലാം ഒരുമിച്ച് നമ്മളിപ്പം കുട്ടികളോട് നമ്മൾ പറയാറുണ്ടല്ലോ, കരിയറും നമ്മൾ ലൈഫും നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ലുബാബ്. നമുക്കെല്ലാം ഒരുപാട് ലേണിംഗ് ഉണ്ട്. ആൾ സ്വന്തം അതിന് വേണ്ടിയിട്ട് ടൈം കണ്ടെത്തി ഇവിടെ എത്തി പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത്. നമുക്കറിയാലോ എക്സാം പ്രാക്ടീസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് കുറേ നമ്മൾ ഒന്ന് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല റിസൾട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഇവിടെ എത്തി ആ ഒരു പ്രാക്ടീസ് അയാൾ കണ്ടിന്യൂ ചെയ്തു. എക്സാം എഴുതി പെട്ടെന്ന് തന്നെ ആൾക്ക് തിരിച്ചു പോവുകയും വേണം. അതിനുശേഷം ഇപ്പോൾ ഈ ഒരു 2-3-4 ഡേയ്സ് ബാക്ക് CPC എക്സാം റിസൾട്ട് വന്ന് പെട്ടെന്ന് തന്നെ ആൾ തിരിച്ചു പോയി. അപ്പോൾ തൻ്റെ 41-ാം വയസ്സിൽ 2019 നമ്മുടെ അടുത്ത് കോഴ്സ് എൻറോൾ ചെയ്തത്. നൗ ഇൻ ദ ഏജ് ഓഫ് 41 ആൾ CPC എക്സാം ക്രാക്ക് ചെയ്തു വിത്ത് 75%. നമ്മുടെ ആൾ ഒരു MSc ഫിസിക്സ് ഗ്രാജുവേറ്റ് ആയിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആളെ സംബന്ധിച്ചിടത്തോളം ആൾ അത്രയും അതിൽ ഡെഡിക്കേറ്റ് ചെയ്ത് വളരെ ഫോക്കസ് ചെയ്ത് വർക്കൗട്ട് ചെയ്തില്ല. നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു എയിം ഉണ്ടെങ്കിൽ അതിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് റിസൾട്ടാക്കി മാറ്റാൻ പറ്റുന്നുള്ള ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ലുബാബ്. ഭയങ്കര പ്രൗഡാണ്. എന്താ വെച്ചാൽ ആളുടെ ലൈഫിലുള്ള എല്ലാ സംഭവങ്ങളെയും എല്ലാം ഒരുമിച്ച് മാനേജ് ചെയ്ത് ചലഞ്ചസിനൊക്കെ ഫേസ് ചെയ്ത് മുന്നോട്ടേക്ക് ആൾ കൊണ്ടുപോയതാണ്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ എക്സാമും ക്രാക്ക് ചെയ്തു. വളരെ സന്തോഷം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു കാർഡിയൻ എന്നുള്ള നിലയിൽ അവരുടെ ഏറ്റവും നല്ല റിസൾട്ടിലോട്ടേക്ക് അവരെത്തിക്കുക, നല്ല ജോബിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ എല്ലാ സ്റ്റുഡൻസിനും ട്രെയിൻ ചെയ്യുന്നതിന് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അവരുടെ കരിയറിൽ അന്ന് 2019 നമ്മുടെ അടുത്ത് എൻറോൾ ചെയ്തു. ശേഷം എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഇൻ ബിറ്റ്വീനായിട്ട് ഈ പറഞ്ഞ ഒരു ഹെൽത്ത് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെടുത്തി ഇറങ്ങി ഇപ്പോൾ നാട്ടിലെത്തി. എക്സാമിന് കൂടെ അതിൻ്റെ കൂടെ എക്സാം ക്രാക്ക് ചെയ്യുന്നു. അപ്പം ലൈഫിലെ പല ചലഞ്ചസിനെയും അതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്തു, CPC എക്സാമിലും ഫോക്കസ് ചെയ്തു. എക്സാം ഇത് ക്രാക്ക് ചെയ്ത് ആൾ അങ്ങോട്ടേക്ക് പോയി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രൗഡ്നെസ് തന്നെയാണത്. വളരെ പ്രൗഡ് മൊമെൻ്റ് തന്നെയാണ്. ഏറ്റവും എല്ലാവരും ക്രാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ സമയത്ത് സാധാരണ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പെട്ടെന്ന് തന്നെ എക്സാമിലേക്കാണ് കുട്ടികൾ മൂവ് ചെയ്യുക. പക്ഷെ അന്ന് ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്ത ആൾ ഖത്തറിലോട്ട് പോയി ജോബിലോട്ടേക്ക് എൻറോൾ ചെയ്ത് വീണ്ടും തിരിച്ചു വന്ന് ഈ ഒരു ഇത്രയും ഗ്യാപ്പിന് ശേഷം വീണ്ടും എക്സാം എഴുതി എന്ന് പറയുന്ന സമയത്ത് അതും നമുക്കറിയാം ഈ ഒരു ഇത്രയും വർഷത്തെ ഗ്യാപ്പ് അത് എല്ലാം മാറ്റി വെച്ചുകൊണ്ട് തന്നെ ചെയ്തു എക്സാമിലോട്ടേക്ക് ഫോക്കസ് ചെയ്താൽ വേണ്ടി ജോബ് ചെയ്യായിരുന്നു. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കുട്ടികളെല്ലാവരും നമുക്കെല്ലാവർക്കും, എനിക്കും നിങ്ങൾക്കെല്ലാവർക്കും ഉള്ളൊരു ലേണിംഗ് ലുബാബിലുണ്ട്. ഇത്രയും ഏജിനനുസരിച്ച് നമ്മൾ ഓരോ സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുന്ന സമയത്തും കൂടുതൽ കാര്യങ്ങൾ പഠിക്കുകയും ലേൺ ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിൾ തന്നെയാണ് ലുബാബ്. മാത്രമല്ല ലുബാബ് പോകുന്നതിന് മുന്നേ ആയിട്ട് ലുബാബ് നമ്മളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യമുണ്ട്. GCCയിലെ പല രാജ്യങ്ങളും എസ്പെഷ്യലി ലുബാബ് തിരിച്ചു പോകാൻ നിൽക്കുന്ന ഖത്തറിൽ തന്നെ ഇൻഷുറൻസ് കുറച്ചുകൂടി വൈഡാകാൻ പോവാണ്.
ഡിസംബർ ജനുവരി വരുന്ന ഓൺവേർഡ്സ് ഫുള്ളി ഇൻഷുറൻസ്ഡ് ആകാൻ പോവുക. നമുക്കറിയാലോ ചില രാജ്യങ്ങളെ ഫുള്ളി ഇൻഷുറൻസ്ഡ് ആയിട്ടുള്ളൂ. എക്സാമ്പിളാണ് UAE. അപ്പോൾ അതുപോലെ ഖത്തറും ഇൻഷുറൻസ് കുറച്ചും കൂടെ വൈഡാക്കാൻ പോവുക എന്നുള്ള ന്യൂസ് നമുക്ക് കിട്ടുന്നു. അവരുടെ കൊളീഗ്സ് വർക്ക് ചെയ്യുന്ന കിട്ടുന്ന ഇൻഫർമേഷൻ. മാത്രമല്ല ഖത്തറിലൊക്കെ മെയിൻലി 2 സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. US സിസ്റ്റം ഉണ്ട്, ഓസ്ട്രേലിയൻ കോഡിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ട്. പ്രൈവറ്റ് സെക്ടേഴ്സ് US ഗവൺമെൻറ് സെക്ടേഴ്സിൽ ഓസ്ട്രേലിയൻ എന്നാണ് കോഡിംഗ് സിസ്റ്റം ഫോളോ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ. അല്ല, അപ്പോൾ പല ആളുകളും ക്ലിനിക്കൽ കോഡേഴ്സായിട്ടൊക്കെ ഓൾറെഡി അവിടെ വർക്കിംഗ് ആണ്. സാധാരണ എന്താ പറയുക, കോഡേഴ്സായിട്ടും അല്ലാതെ എന്താ പറയുക ഇൻഷുറൻസ് സൈഡിലും പല പോസ്റ്റുകളിലും അപ്രൂവൽ ഓഫീസറും സബ്മിഷനിലൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ അവിടെ നിന്ന് പുതിയതായിട്ട് കിട്ടുന്ന ന്യൂസ് എന്താ വെച്ചാൽ പറഞ്ഞ പോലെ ഇൻഷുറൻസ് അവിടെ എന്ത് ചെയ്യുന്നു, കുറച്ചുകൂടെ വൈഡാക്കുന്നു. മാത്രമല്ല അവിടെ സ്റ്റാൻഡേർഡ് ഫോമിലോട്ടേക്ക് സിംഗിൾ സിസ്റ്റം ഫോളോ ചെയ്യാനുള്ള സിസ്റ്റത്തിലോട്ടേക്കും കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് നമുക്കറിയാലോ. പല രാജ്യം അങ്ങനെ നിർബന്ധമല്ല, എല്ലാ രാജ്യവും ഒരേ സിസ്റ്റം തന്നെ ഫോളോ ചെയ്യണം നിർബന്ധമല്ല. ബട്ട് എന്നാൽ കൂടെ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇതിലേക്ക് കൊണ്ടുപോകാൻ പ്രോസസ്സ് നടക്കും എന്നുള്ള ന്യൂസ് നമുക്ക് കേൾക്കുന്നു. അപ്പം വേൾഡ് വൈഡ് ആയിട്ട് എസ്പെഷ്യലി നമ്മൾ പറയാറുണ്ട് കോവിഡിന് ശേഷം ഇൻഷുറൻസിന് ഭയങ്കര അപ്റ്റപ്റ്റ് ഗ്രോത്താണ് ഉണ്ടായത്. അപ്പോൾ ആ ഗ്രോത്ത് നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും. ആയുഷ്മാൻ ഭാരത് പോലെ, മെഡ്സപ്പ് പോലെ ഇൻഷുറൻസൊക്കെ വളരെ സ്റ്റാർ ഹെൽത്തിൻ്റെയൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരുപാട് പരസ്യങ്ങളൊക്കെ കാണുകയാണ്. അപ്പം വേൾഡ് വൈഡ് ആയിട്ട് ഇൻഷുറൻസ് സൈഡ് നല്ല രീതിയിൽ ഗ്രോ ചെയ്യുന്നു എന്നുള്ളൊരു എക്സാമ്പിളാണ്. GCCയിലെ ഖത്തർ ഉൾപ്പെടെ ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ കൂടുതൽ എന്ത് ചെയ്യും, അതിലേക്ക് ഫോക്കസ് ചെയ്യും. നമുക്കറിയാലോ ട്രീറ്റ്മെൻറ്റ് സൈഡ്, എക്സ്പെൻസ് സൈഡ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും ഇല്ലാതെ മുന്നോട്ടേക്ക് പോകാൻ പല രാജ്യങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഇൻഷുറൻസ് സൈഡ് ഏരിയ ഗ്രോ ചെയ്യുന്നതനുസരിച്ച് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന IT സെക്ടറിലൊരു പാർട്ട് തന്നെയാണ് മെഡിക്കൽ കോഡിംഗ് സെക്ടർ. അപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ മുന്നോട്ടേക്ക് പോകുന്നതിനനുസരിച്ചിട്ട് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് പല GCC രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളിലും കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത് തന്നെയാണ് നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ. അപ്പോൾ നമ്മളെല്ലാം ഇതിനെപ്പറ്റി എന്ത് ചെയ്യണം, എപ്പോഴും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിച്ചുകൊണ്ടിരിക്കണം, കണ്ടിന്യൂസ് ആയിട്ട് ലേണിംഗ് എടുത്തുകൊണ്ടേയിരിക്കണം. അപ്പം ലുബാബ് ഈ ഒരു ടൈമിൽ നമുക്കറിയാലോ നമ്മുടെ അടുത്ത് എത്തിയിരിക്കുന്ന ടൈം ഇൻ ദ ഏജ് ഓഫ് 36, നൗ ഇൻ ദ ഏജ് ഓഫ് 41 അല്ലേ. ആ ഒരു കാലയളവിൽ ആസ് എ നോൺ സർട്ടിഫൈഡ് കോഡറായിട്ട് കരിയർ ആരംഭിച്ച് ഇന്ന് എന്താ പറയുക വീണ്ടും എക്സാം എഴുതാൻ വന്നു. എക്സാം എഴുതി ക്രാക്ക് ചെയ്ത് വീണ്ടും തിരിച്ച് ഖത്തറിലോട്ടേക്ക് പോയി ഓപ്പർച്യൂണിറ്റി സൈഡിലോട്ടേക്ക് വീണ്ടും മൂവ് ചെയ്യുകയാണ്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രൗഡ് ടൈം തന്നെയാണ്, വൺ ഓഫ് ദ പ്രൗഡസ്റ്റ് മൊമെൻ്റ് തന്നെയാണത്. അപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കുട്ടികളും നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടതും ഇതൊരു മെത്തേഡ് തന്നെയാണ്. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടിരിക്കണം. ഇതുമായിട്ട് കോപ്പപ്പ് ചെയ്ത് ട്രാക്ക് ചെയ്ത് കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് പോവുക. എപ്പോഴും വേണമെങ്കിൽ നമുക്ക് പല കാര്യങ്ങളിലും എന്താ പറയുക അതിൽ ആഡ് ഓൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എന്താ ചെയ്യുക, ഹൈലി ഫോക്കസ്ഡ് ആവുക, ഒരു എയിം ഫിക്സ് ചെയ്യുക, എങ്ങനെയാണ് കരിയർ കൊണ്ടുപോകേണ്ടതിനെ പറ്റിയിട്ട്, എവിടെയാണ് ഞാൻ ജോബ് നോക്കുന്നത്, അതിനെ ബേസ് ചെയ്തിട്ട് അതിനനുസരിച്ച് പ്ലാനിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്യാം. എന്തായാലും ലുബാബിന് വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ് പറയുകയാണ്. ഒരുപാട് അല്ലേ നമുക്കറിയാം ഒരുപാട് കുട്ടികൾ എൻറോൾ ചെയ്യുന്നുണ്ട് കോഴ്സ് എൻറോൾ ചെയ്ത് കരിയർ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത്രയും നമുക്ക് അതിലെന്ത് ചെയ്യണം, അത്രയും അതിൽ ഫോക്കസ്ഡ് ആവണം, അത്രയും അതിൽ എയിംഫുള്ളായിട്ട് നമ്മൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്ത് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിന് ഏറ്റവും വലിയ വൺ ഓഫ് ദ എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ ലുബാബ്. ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ബൈ.